നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കർമ്മ എന്ന സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. അതായത് 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ആ പഴയ ആ ബിൽഡിങ്ങിനകത്ത് പാർക്കിന് കസേരയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടാളി കാറിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുത്തോണ്ട് വന്നിട്ട് അവിടെ എല്ലാം ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പന്തം കത്തിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ പാർക്ക് എന്നെ അഴിച്ചുവിടറാന്ന് പറയുന്നുണ്ട്. അതിന് കൂട്ടാളി, ഞാൻ നിന്നെക്കാട്ടി മൂത്തതാണ്, നിന്നെക്കാട്ടി മുമ്പേ ഗ്രാജുവേറ്റ് ആയതാണ്, എന്നിട്ട് നീ എന്നെ എടാ പോടാന്നാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സീനിയറെ, ഞാൻ അറിയാതെ വിളിച്ചതാ, എന്നെ ഒന്ന് അഴിച്ചുവിട്, എനിക്ക് കുറച്ച് ദിവസത്തിനകം ഇൻഷുറൻസ് പണം കിട്ടും, അത് ഞാൻ നിങ്ങൾക്ക് തരാം, മുഴുവനും തരാം, എന്നെ വെറുതെ വിട്ടേര്. എന്നാൽ പണം കൊണ്ട് ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ആ ബിൽഡിംഗ് എല്ലാം തീ കൊളുത്താണ്. അത് കഴിഞ്ഞ് പാർക്കിന്റെ അടുത്ത് വന്ന് അവനും തീ കൊളുത്താണ്. അവൻ പച്ചയ്ക്ക് അവിടെ ഇരുന്ന് കത്തുന്നുണ്ട്. അവനെ കൊന്നിട്ട് കത്തിച്ചൂടെ? അതില്ല, അവനെ പച്ചക്കിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. പച്ചയ്ക്ക്. നമ്മുടെ ഗുണ്ടപ്പനും ഈ തീയിൽ പെട്ട് എന്തായാലും കത്തി നശിച്ചു പോവും. പാർക്കിനും തീ കൊടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ആ ലൈറ്റർ അവിടെ കളഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റ് കത്തിക്കാൻ പറ്റുന്നില്ല. ഈ നേരം അവന് സിഗരറ്റ് വലിക്കണം. അങ്ങനെ സിഗരറ്റ് വലിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന്റെ പകുതി പൊളിഞ്ഞ് അവന്റെ വണ്ടയിൽ വന്ന് വീഴും. എണീക്കാൻ പറ്റുന്നില്ല. ബോധം വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? മൊത്തം തീ പിടിച്ചിട്ടുണ്ട്, എണീക്കാനും പറ്റുന്നില്ല. അതുമാത്രമല്ല, ഈ ബിൽഡിങ്ങിൽ വേറെ കുറെ സാധനങ്ങളുണ്ട്. അതായത് കൂടുതൽ തീ കത്തുന്ന സാധനങ്ങൾ, പെട്രോളിയം പോലത്തെ വേറെന്തോ ഉൽപ്പന്നങ്ങളാണ്. അതിനകത്ത് തീ പിടിച്ചിട്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളായിട്ടുള്ള. ബിൽഡിങ്ങിന്റെ പകുതി പൊളിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഇളകിയിട്ട് ഇവന്റെ മണ്ടയിൽ വീണ്. അതുകൊണ്ടാണ് ഇവൻ എണീക്കാൻ പറ്റാത്തത്. അതുപോലെ അവിടെ കുറെ വടിയൊക്കെ ഇരുന്ന് കത്തുന്നുണ്ടായിരുന്നു. അത് ഇവന്റെ മുഖത്താണ് വന്ന് വീഴുന്നത്. ഇവൻ എണീക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുഖത്ത് വെച്ച് മുഖം കത്തി നശിച്ചു പോവുകയാണ് ചെയ്തത്. ഈ കാര്യം കണ്ട് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ആരാണ്? പാർക്കല്ല എണീക്കുന്നത്, കൂട്ടാളിയാണ് എണീക്കുന്നത്. കൂട്ടാളി പാർക്കിന്റെ പേരിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. സത്യം പറഞ്ഞ പാർക്ക് മരിച്ചുപോയി. എന്നാൽ ഡോക്ടർ പ്രതികാരം ചെയ്യാൻ നടക്കുന്നത് കൂട്ടാളിയുടെ അടുത്താണ്. ഡോക്ടറിനെ ദ്രോഹിച്ച പാർക്ക് മരിച്ചുപോയി, അല്ലെങ്കിൽ അവനെ കൊന്നു കളഞ്ഞു. അപ്പോഴേക്കും ടാക്സി നേരെ പാർക്കിന്റെ വീട്ടിൽ വന്നു. അങ്ങനെ ടാക്സി ഡ്രൈവറാണ് വിളിച്ചുണർത്തിയത്. ടാക്സിക്കാരനെയും പറഞ്ഞുവിട്ട് ആ ബിൽഡിംഗ് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ആ നാറ് ഇവിടാണല്ലേ താമസിക്കുന്നതെന്നും പറഞ്ഞിട്ട്. അവൻ ആൾമാറാട്ടമാണ് ചെയ്തത്. ഇനി അത് ആരും അറിയത്തില്ല. മുഖം കൂടെ പൊള്ളിയല്ലോ. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ പാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ടാക്സി വിളിച്ചിറങ്ങി പോയില്ലായിരുന്നു. അപ്പൊ ലേഡി ഡോക്ടർ പിറകെ ഓടുന്നത് കൂട്ടുകാരൻ ഡോക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരൻ ഡോക്ടർ ലേഡി ഡോക്ടറിനെ വിളിച്ച് പുറത്തു വന്നിരുന്ന് കാര്യം ചോദിക്കുകയാണ്. എന്താ പറ്റിയ? നീ ടെൻഷനായിട്ട് എന്തിനാ ടാക്സിയുടെ പിറകെ ഓടിയത്? അവനെ നിനക്ക് അറിയാമോ എന്ന്. അതിന് ലേഡി ഡോക്ടർ, അത് നീ അറിയേണ്ട കാര്യമില്ല, നീ അറിയാണ്ടഞ്ഞിട്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല. നിനക്ക് ആരോടെങ്കിലും അത്രയധികം ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ആരോടെങ്കിലും അവരെ കൊല്ലാൻ തോന്നുന്ന ആൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ ഡോക്ടർ, നിനക്ക് കൊല്ലാനായിട്ട് ദേഷ്യം തോന്നുന്ന ആളാണോ നേരത്തെ ടാക്സി വിളിച്ച് പോയതെന്ന് ചോദിക്കും. എന്നാൽ ഈ ലേഡി ഡോക്ടർ അല്ലാന്ന് മറുപടി പറയാണ്. ലേഡി ഡോക്ടറിന് പറയാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കി കൂട്ടുകാരൻ ഡോക്ടർ അവിടെ നിന്ന് പോവും. പോണേന് തൊട്ട് മുമ്പ് ലേഡി ഡോക്ടറിനോട് ഇവിടെ അധികം നേരം ഇരിക്കേണ്ട, നല്ല തണുപ്പാണ്, പതിയെ ഹോസ്പിറ്റലിലോട്ട് കയറി വരാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ നേരം കൂട്ടാളി വീട്ടിൽ കയറി കഴിഞ്ഞു, പാർക്കിന്റെ വീട്ടിൽ. അവിടെ വരുമ്പോഴത്തേക്കും അവന് നല്ല വേദനയുണ്ട്, പൊള്ളിയതല്ലേ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ആ ഗുളിക കഴിച്ചിട്ടാണ് വേദന മാറ്റുന്നത്. ആ മരുന്നും കഴിച്ച് കുറച്ചു നേരം ഉറങ്ങാന്നും പറഞ്ഞ് അവിടുത്തെ സോഫയിൽ കിടന്നുറങ്ങും. വീണ്ടും നമ്മുടെ ലേഡി ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ ലേഡി ഡോക്ടർ മരുന്നൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഒരു പ്രത്യേക ലോക്കറുണ്ട്. ആ ലോക്കറിലാണ് ഈ മയക്കുമരുന്നായിട്ടുള്ള ടാബ്ലറ്റ് ഒക്കെ വെക്കുന്നത്. അതായത് ആ ടാബ്ലറ്റ് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അത് കഴിച്ചാൽ ബോധക്ഷയം വരും. സാധാരണ ആൾക്കാർക്കൊന്നും അത് കിട്ടത്തില്ല. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതിന്റെ ഒരു കുപ്പി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഡിറ്റക്റ്റീവിനെ വിളിക്കും. എന്നിട്ട് ഡിറ്റക്റ്റീവിനോട്, എനിക്കൊരു സഹായം ആവശ്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് 3 മില്യൺ വോൺ സെൻഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ സഹായം നിങ്ങൾ ചെയ്തു തരണമെന്ന് പറയും. ഈ നേരം പാർക്കിനെ കാണിക്കുകയാണെങ്കിൽ പാർക്കിന്റെ ഫോണിലോട്ട് കോള് വരും. ആ കോള് ഞെട്ടി എണീറ്റ് ആ കോൾ എടുക്കുമ്പോഴത്തേക്കും അത് ഫണ്ട് മാനേജറാണ്. ഫണ്ട് മാനേജറാണോ ഇൻഷുറൻസ് മാനേജറാണോ? ഇൻഷുറൻസ് മാനേജറാണ്. ഇൻഷുറൻസ് മാനേജർ വിളിച്ചിട്ട്, നിങ്ങളുടെ അച്ഛന്റെ ഇൻഷുറൻസ് പണം കിട്ടിക്കഴിഞ്ഞു, അത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ടല്ല വരാൻ പോകുന്നത്, ഒരു ചർച്ചിന്റെ അക്കൗണ്ടിലോട്ടാണ് വരാൻ പോകുന്നതെന്ന് പറയും. അതായത് കൂട്ടാളിക്ക് ഈ പൈസ കിട്ടത്തില്ല. അച്ഛൻ മരിക്കണേന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ആ ഇൻഷുറൻസ് തുകയുടെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. മോന്റെ പേരിൽ നിന്ന് അത് ചർച്ചിന്റെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തൊക്കെയോ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചെയ്ത് അവനോട് ചെയ്തത്. ടെൻഷനായി ഫോണും കട്ട് ചെയ്ത് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് ഇയാളെ വന്ന് തട്ടും. ദേഹത്ത് കോഫിയും തട്ടി ഒഴിക്കും. അയ്യോ നിന്റെ ദേഹത്ത് കോഫിയ എന്നും പറഞ്ഞ് ദേഹത്തെല്ലാം തടവി അത് മാറ്റി കൊടുക്കുന്നുണ്ട്. കോഫി തട്ടിക്കളയുന്നുണ്ട്. എന്നാൽ പാർക്ക് ദേഷ്യപ്പെട്ടിട്ട്, എന്റെ ദേഹത്തുള്ള കോഫി നിങ്ങൾ തട്ടി മാറ്റണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. എന്നാൽ ഈ ഡിറ്റക്റ്റീവ് തിരിച്ചു വിളിച്ചിട്ട്, നിങ്ങളുടെ നിന്നാണ് ഈ ഗുളിക കളഞ്ഞു പോയതെന്നും പറഞ്ഞ് ഒരു ഗുളിക കൊണ്ടുവന്ന് കൂട്ടാളിക്ക് കൊടുക്കും. കൂട്ടാളി ആ ഗുളികയും വാങ്ങിച്ച് ഒരു ടാക്സി വിളിച്ച് അവിടെ നിന്ന് വീണ്ടും പോകും. നേരെ ചെല്ലുന്നത് ചർച്ചിലാണ്. അച്ഛൻ പൈസ കൊടുത്ത ചർച്ചില്ലേ, ആ ചർച്ചിന്റെ പേരിലാണ് പൈസ വരുന്നത്. ആ ചർച്ചിൽ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കും. ഈ ബഹളം കേട്ടിട്ട് ഒരു സിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങി വരും. അന്ന് അച്ഛൻ സംസാരിച്ചില്ലേ ഒരു സിസ്റ്ററിനോട്, ആ സിസ്റ്ററാണ് ഇറങ്ങി വരുന്നത്. എന്താ
എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, നിങ്ങളാണ് എന്റെ പൈസ മൊത്തം എടുത്തത്, എന്റെ അച്ഛൻ മരിച്ചുപോയ ആ പൈസ മൊത്തം എനിക്കല്ലേ കിട്ടേണ്ടത്, നിങ്ങൾ എന്തിനാണ് ആ പൈസ എടുത്തത്, മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു തരണം. എന്നാൽ സിസ്റ്റർ ഒരു വോയിസ് റെക്കോർഡ് എടുത്ത് അവന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ വോയിസ് റെക്കോർഡിൽ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇൻഷുറൻസ് തുകയെല്ലാം ഈ പള്ളിക്കായിരിക്കും വരാൻ പോകുന്നത്, ഇതെന്റെ മോൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, പക്ഷെ ഇതെന്റെ തീരുമാനമാണെന്ന് അതിനകത്ത് റെക്കോർഡഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ ആ പാപങ്ങൾ മാറാനായിട്ട്, അച്ഛന്റെ പാപവും പാർക്കിന്റെ പാപവും മാറാനായിട്ടാണ് അച്ഛൻ ഈ കാര്യം ചെയ്തത്. സിസ്റ്റർ പറയും, നിങ്ങൾ പേടിക്കണ്ട, ഈ പൈസ എല്ലാം അനാഥാലയത്തിലും സ്കൂളിലും ഹോസ്പിറ്റലിലും ആയിരിക്കും പോകുന്നത്, നല്ല കാര്യങ്ങൾക്കായിരിക്കും പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. എന്നാൽ പാർക്ക് അല്ല കൂട്ടാളി, ഞാനും ഒരു രോഗിയാണ്, എനിക്കിപ്പോ പൈസയുടെ നല്ല ആവശ്യമുണ്ട്, എനിക്കിത് എങ്ങനെയും തരണം, ഞാൻ ഇനി ഇവിടെ വരും, അപ്പൊ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് സിസ്റ്ററിനെ മിരട്ടിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോ അവിടെ തന്നെ ലേഡി ഡോക്ടർ ഇരിപ്പുണ്ട്. നീ എന്താടി ഇവിടെ ചെയ്യുന്നത്, നീ എന്നെ സ്റ്റോക്ക് ചെയ്യണോ, എന്നെ ഫോളോ ചെയ്യണോ, നിന്നെ എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ പാർക്ക് മരിച്ചുപോയി, ഇത് ഞാനല്ല പാർക്കല്ലാന്ന്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്നും പറഞ്ഞ് തെറിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോകുന്ന വഴിക്ക് അവൻ വേദന എടുത്തിട്ട് ആ ഗുളിക കഴിക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് കൊടുത്ത ഗുളികയാണ്, അത് കഴിക്കുന്നുണ്ട്. കൂട്ടാളി നേരെ ചെല്ലുന്നത് അച്ഛനെ വണ്ടി ഇടിച്ച് കൊന്നില്ലായിരുന്നു ഒരു സ്ഥലത്ത്, അവിടാണ്. അവിടെ ചെല്ലുമ്പം അവന്റെ മൈൻഡിലോട്ട് അത് ഓർമ്മ വരുന്നുണ്ട്, അച്ഛനെ കൊന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. കൂട്ടാളിയുടെ അച്ഛനല്ല പാർക്കിന്റെ അച്ഛനാണ്, എന്നാൽ കൊന്നത് കൂട്ടാളിയാണ്. അതുവഴി നടന്നു പോകുമ്പോൾ ലേഡി ഡോക്ടറും ഫോളോ ചെയ്ത് പിറകെ വന്നിട്ടുണ്ട്. എന്താ നിനക്ക് പ്രശ്നം, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാർക്കല്ല, നീ ഉദ്ദേശിക്കുന്ന പാർക്കല്ല, നിന്റെ പാർക്ക് മരിച്ചു പോയെന്ന്, എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ മുടിക്ക് കയറി കുത്തിപ്പിടിക്കും. എന്നിട്ടും അവൻ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്, എനിക്ക് നിന്നെ അറിയത്തില്ല, പാർക്ക് നശിച്ചു പോയെന്ന്. എന്നാൽ കുറെ നേരം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവൻ ആ ഗുളിക കഴിച്ചത് കൊണ്ട് തന്നെ ബോധം കെട്ട് തറയിൽ വീഴാണ്. ചെറിയ ബോധമുണ്ട്, ആ ബോധത്തിലും അവൻ കിണിച്ചോണ്ട് പറയുകയാണ്, ഞാൻ പാർക്കല്ല, ഞാൻ പാർക്കല്ല എന്ന്. എന്നാൽ ലേഡി ഡോക്ടറിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കയ്യിലിരിക്കുന്ന ആ സർജിക്കൽ നൈഫ് എടുക്കും. അതെന്ന് വെച്ചാൽ ചെറിയൊരു വര മതി, മൊത്തത്തിൽ കീറിപ്പോവും, അത്രയും മുറിച്ചയാണ്. അതെടുത്ത് അവനെ കൊല്ലാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് കൂട്ടുകാരൻ ഡോക്ടർ വരും. എന്നിട്ട് അവളോട് പറയും, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരുത്തിന് വേണ്ടി നീ നിന്റെ ജീവിതവും കരിയറും കളയാൻ പാടില്ല. ഇപ്പൊ നീ അവനെ കൊല്ലുവാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ ആയിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്, അതുകൊണ്ട് നീ അവനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും. അങ്ങനെ കയ്യിലിരിക്കുന്ന കത്തി ഡോക്ടർ തറയിൽ കളയുകയാണ്. ലേഡി ഡോക്ടറിന് അത്രയും ദേഷ്യമായതുകൊണ്ട് തന്നെ കത്തിയും കളഞ്ഞിട്ട് അവനെ തറയിലിട്ട് മോന്തയ്ക്ക് പലതവണ അടിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകാരൻ ഡോക്ടർ പിടിച്ചു മാറ്റിയില്ല. കാരണം അവൾക്ക് അത്രയും ദേഷ്യമുണ്ട്, അതെല്ലാം അടിച്ചു തീർക്കട്ടെ എന്ന് വിചാരിച്ച് അവന്റെ പൊള്ളലേറ്റ മുഖത്ത് പലതവണയായിട്ട് അടിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവനെ കൊല്ലാൻ ശ്രമിക്കുവാണെങ്കിൽ തടയണം, കാരണം നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത് ലേഡി ഡോക്ടറിന്റെ ജീവിതമാണ്. പക്ഷെ അവനെ അടിക്കുന്നല്ലേ ഉള്ളൂ, പിടിച്ചു മാറ്റേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കിയ കൂട്ടുകാരൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ലേഡി ഡോക്ടറും കൂട്ടുകാരനും കൂടെ കാർ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ലേഡി ഡോക്ടറിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്, സാരമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കൂട്ടുകാരൻ ഡോക്ടറിന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. ഇന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഞാൻ ഇന്ന് വരത്തില്ല, എനിക്ക് വേറൊരു കാര്യമുണ്ടെന്ന്. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഇത് കാണുന്ന ലേഡി ഡോക്ടർ, നീ എന്നെ കരുതി പോവാതിരിക്കണ്ട, നീ ഒരു ഡോക്ടറാണ്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിന് വയ്യ, അതുകൊണ്ട് എന്നെ വിളിച്ചതാ, ഇപ്പൊ ഞാൻ നിന്റെ കൂടെ വേണ്ട സമയമാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും. നീ അങ്ങനെയല്ല ചെയ്യേണ്ട, നീ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ നീ നിന്റെ റിലേറ്റീവിനെ പോയി നോക്ക്, എനിക്ക് കുഴപ്പമില്ല, നീ പോയി നോക്കെന്ന് പറയും. ഈ നേരം പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ 2 പോലീസുകാർക്ക് ഡൗട്ട്, കൂട്ടാളിയെ കെട്ടിവെച്ചെന്നല്ലേ പറഞ്ഞത് ആ ബിൽഡിങ്ങിൽ, എന്നാൽ കൂട്ടാളിയെ കിട്ടിയ സമയത്ത് അവൻ കസേരയിൽ കെട്ടിവെക്കപ്പെട്ടിട്ടില്ലായിരുന്നു, അവന്റെ മണ്ടയിൽ കുറെ കട്ടളൊക്കെ വീണിട്ടായിരുന്നു അവനെ കിട്ടിയിരുന്നത്. അതുമല്ല കുറെ റെക്കോർഡിങ്സും പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് ആകെ ഡൗട്ടാവും, ഇനി അത് പാർക്കാണോ അതോ കൂട്ടാളിയാണോ ആരാണെന്നും അറിയത്തില്ല, ഇനി ആൾമാറാട്ടം നടത്തിയതാണോന്ന് വരെ അവർക്ക് സംശയമാകുന്നുണ്ട്. ഈ നേരം പാർക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് എന്താ തലകറക്കമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന 2 ബോട്ടിൽ മരുന്ന്, അവന്റെ കയ്യിലിരിക്കുന്ന ബോട്ടിലിന്റെ മരുന്നും പിന്നെ വേറെ കുറെ സ്റ്റോക്കായിട്ട് അവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ മരുന്നും ടേബിളിനകത്ത് തട്ടിയിട്ട് പരതി നോക്കുകയാണ്. നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഗുളികയ്ക്ക് കളർ വ്യത്യാസമുണ്ട്, അതായത് ഡിറ്റക്റ്റീവ് ഗുളിക മാറ്റിയിട്ടുണ്ട്. അത് അവൻ ഇവിടെ വെച്ച് മനസ്സിലാവുകയാണ്, ഡിറ്റക്റ്റീവ് ആണ് ഗുളിക മാറ്റിയെന്നുള്ള കാര്യം. അപ്പോഴാണ് അവന്റെ ഫോണിലോട്ട് പോലീസ് വിളിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരുമോ, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഇന്ന് വരാമോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ കൂട്ടാളി പറയും, ഇന്ന് പറ്റത്തില്ല, ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നാളെ വരാമെന്ന്. ഈ പോലീസുകാര് കൂട്ടാളിയെ കാണാനായിട്ട് വന്നുകൊണ്ടാണ് ഫോൺ വിളിക്കുന്നത്. അവർക്ക് ഡൗട്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ കൂടെ ഇരിക്കുന്ന ആളോട് വലിയ പോലീസ് പറയും, പെട്ടെന്ന് ചവിട്ടി വിട്, അവനെ പിടിക്കണം, അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സത്യമാണ്, ഇവിടെ പാർക്ക് രക്ഷപ്പെടാനായിട്ട് ഓരോ തുണികളും സാധനങ്ങളും പാക്ക് ചെയ്യാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വാരിയിട്ട് തപ്പുമ്പോഴാണ് അവനൊരു കാര്യം കിട്ടുന്നത്. അതായത് ലേഡി ഡോക്ടർ പണ്ട് സ്കൂളിന്റെ കവറിനകത്ത് വന്നില്ലായിരുന്നോ ഫോട്ടോ, അത് അവന് കിട്ടുന്നുണ്ട്. അത് കണ്ട ഉടനെ അവന് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ആ ലേഡി ഡോക്ടറിന്റെ പേര് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലേഡി ഡോക്ടറാണ് ഈ ഫോട്ടോയിലുള്ള കുട്ടിയെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഈ കൂട്ടാളി ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുകയാണ്, നമ്മൾ കൂടെ പോകുന്നുണ്ട്. അതായത് അന്ന് അസൂയ തോന്നിയ പെൺകുട്ടി ആരാന്നറിയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യും, ഞാൻ പറഞ്ഞു തരത്തില്ല, ഇത് കണ്ടുപിടിച്ചോ. ആ പെൺകുട്ടി നേരെ വന്ന് ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് കൂട്ടാളിനെ. അന്ന് അവരെല്ലാരും ചെറുപ്പമാണ്. കൂട്ടാളി
കൂട്ടാളി സ്കൂൾ കഴിഞ്ഞിട്ട് 2 വർഷമായി. ഈ പെൺകുട്ടി കൂട്ടാളിയോട് എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമല്ല, അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, അതുകൊണ്ട് തന്നെ അവളുടെ അഹങ്കാരം നിർത്തണം, അവൾക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറയും. എന്നാൽ കൂട്ടാളി ജുവനൈൽ ഹോമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവന് വേറെ പ്രശ്നത്തിനൊന്നും പോകാൻ വയ്യാന്ന് പറയും. നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കൂട്ടാളി പറയും, ഞാൻ ഇനിയും പ്രശ്നത്തിൽ ഇറങ്ങുവാണെങ്കിൽ ഞാൻ വീണ്ടും ജയിലിൽ പോകും, നിനക്ക് ഞാൻ വേറൊരു പ്ലാൻ പറഞ്ഞുതരാം. നിന്റെ സ്കൂളിൽ തന്നെ വേറെ കുറെ പയ്യന്മാർ കാണും, അവന്മാരെ അറേഞ്ച് ചെയ്ത് പ്ലാൻ ഉണ്ടാക്കി ആ പെൺകുച്ചിനെ പിടിച്ചാൽ മതി, നിനക്ക് ആ പെൺകുട്ടിക്ക് പണി കൊടുക്കാന്ന് യവനാണ് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത്. കൂട്ടാളി ആർക്കാണ്? ആ അസൂയ പിടിച്ച പെൺകുട്ടിക്ക്. ഈ അസൂയ പിടിച്ച പെൺകുട്ടി ആരാന്ന് അറിയാമോ? അറിയത്തില്ലല്ലേ? അറിയാമെങ്കിൽ കമന്റ് ചെയ്തോ. ഒരാൾ ബിൽഡിങ്ങിൽ നോക്കിയിട്ട് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ആ പെൺകുട്ടിയാണ്. ഒരു പെണ്ണിന്റെ എതിരാളി ഒരു പെണ്ണ് തന്നെയാണ്. കണ്ടോ? ഈ നേരം അതായത് പുള്ളിക്കാരെ സ്വപ്നം കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ അവിടെ വന്നു കഴിഞ്ഞു. അവർ വീട്ടിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ കൂട്ടാളി അവിടെ കാണാനില്ല. കൂട്ടാളി ആൾറെഡി രക്ഷപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് എയർപോർട്ടിൽ പോകാനായിട്ട്. പാർക്കിന്റെ പാസ്പോർട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ കാണിക്കണ്ടേ? എന്തായാലും സംശയം കാണത്തില്ല, മുഖം എല്ലാം പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വലിയ സംശയത്തിനാൽ പിടിക്കപ്പെടത്തില്ല. ഇനി പിടിയോ? ഇല്ലായിരിക്കുമല്ലേ, അതിന് എയർപോർട്ടിൽ പോയാലല്ലേ പിടിക്കത്തുള്ളൂ. അവിടെ ബസ്സകത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പാർക്കിന്റെ ഫോണിൽ ഇപ്പൊ കൂട്ടാളിയുടെ കയ്യിലാണല്ലോ, ആ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും, കൺഗ്രാറ്റുലേഷൻ 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇത് കാണുന്ന കൂട്ടാളി എവന്റെ ബർത്ത്ഡേ ആണോ ഇന്നെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടൊരു കാറ് പാഞ്ഞു വരും. ആ കാറിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അവനെ പിടിച്ച് ആ കാറിൽ കയറ്റും. ഞാനല്ല ആളെന്ന് വിളിച്ച് പറഞ്ഞിട്ടും അവന്മാര് കേൾക്കില്ല. അവന്മാരെ അടിച്ച് മടക്കി അതിനകത്ത് കയറ്റും. അതായത് അന്ന് അവനെ തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നോ പാർക്കിന്? അന്ന് തന്നെ പലിശക്കാരൻ അവന്റെ ഫോണിൽ ഒരു ട്രാക്കർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രാക്കർ പിടിച്ചിട്ടാണ് അവന്മാർ ഇവിടെ വന്നിരിക്കുന്നത്. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് എന്റെ അടുത്ത് ഒരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സംടൈംസ് അങ്ങനെ തോന്നും, സംടൈംസ് തോന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ സീൻ കണ്ട ശേഷം എനിക്ക് തോന്നി, ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ കൂട്ടുകാരനെ കാണിക്കുകയാണ്. കൂട്ടുകാരൻ വഴിയരികിൽ ആരെയോ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഫോണിലോട്ട് ലേഡി ഡോക്ടർ വിളിക്കുന്നത്. നീ റിലേറ്റീവിനെ കണ്ടോ, പുള്ളിക്കാരന് സുഖമായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല, എന്നെ വിളിക്കാൻ ഇപ്പൊ ആള് വരത്തേ ഉള്ളെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ലേഡി ഡോക്ടറിനെ കുറച്ച് സമാധാനിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ലേഡി ഡോക്ടർ സമാധാനപ്പെട്ട് ഇനി വൈരാഗ്യവും വാശിയും വേണ്ടാന്ന് പറഞ്ഞ് ആ സർജിക്കൽ നൈഫ് പുള്ളിക്കാരിയുടെ പെട്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇനിയിപ്പോ പുള്ളിക്കാരി പ്രതികാരം ചെയ്താലും പുള്ളിക്കാരിയുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത്. അപ്പൊ ഇതണക്കുള്ള മൊണ്ണാൾക്ക് പ്രതികാരം ചെയ്യല്ലേ വേണ്ടത്, എവിഡൻസ് സംഘടിപ്പിച്ച് ജയിലിലിടുക. അല്ലെങ്കിൽ അവനെ ജയിലിലിടേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾ കണ്ടറിഞ്ഞു, അപാര ട്വിസ്റ്റാണ് ഇതിന്റെ അവസാനം കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലേഡി ഡോക്ടറിന്റെ വൈരാഗ്യമൊക്കെ മാറ്റിവെക്കുന്നു. വീണ്ടും നമ്മുടെ കൂട്ടുകാരൻ ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ കൂട്ടുകാരൻ ഡോക്ടറിനെ ഒരു മെഴ്സഡീസ് കാറിൽ ആരോ വന്ന് വിളിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെ വന്ന് പുള്ളിക്കാരന്റെ ഡ്രസ്സൊക്കെ മാറി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് പലിശക്കാരൻ വരും. ടിസ്റ്റ് പലിശക്കാരൻ ചോദിക്കും, നിങ്ങളുടെ ഈ പണി നിർത്താൻ പോകുന്ന കേട്ടല്ലോ, എന്താ പണി ഇഷ്ടപ്പെട്ടില്ലേ? പേയ്മെന്റ് കുറവാണോ? അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് മോശമായിട്ടും എല്ലാം പെരുമാറിയോ? ഇതിന് മറുപടിയായിട്ട് ഡോക്ടർ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇത് നിർത്താന്ന് വെച്ച്, എനിക്ക് അങ്ങോട്ട് ഇത് പറ്റുന്നില്ല, ഇന്ന് എന്റെ ലാസ്റ്റ് ദിവസമല്ലേ, പിന്നെ ഞാൻ ഈ പണിയെ വെറുക്കുന്നൊന്നുമില്ല, ഇത് കാരണമല്ലേ എന്റെ എഡ്യൂക്കേഷൻ ലോണെല്ലാം അടച്ചു തീർക്കാൻ പറ്റിയത്, ഓരോ കാര്യങ്ങൾ നേടാൻ പറ്റിയത്, അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു പ്രശ്നമല്ല, അല്ലാതെ ഞാൻ ഇത് മടുത്തിട്ടാണ് നിർത്തുന്നത്, ഇത് ചെയ്യേണ്ടെന്ന് തോന്നി എന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് ദിവസമല്ലേ, ഈ ഒരു ഗിഫ്റ്റ് വെച്ചോ എന്നും പറഞ്ഞ് ഒരു ഗിഫ്റ്റ് പൊതി പലിശക്കാരൻ ഡോക്ടറിന് കൊടുക്കും. പലിശക്കാരൻ അതും കൊടുത്ത് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ പലിശക്കാരൻ ഡോക്ടറിനോട് പറയും, ഇന്ന് കൊണ്ടുവന്ന ആളുടെ എല്ലാ സാധനങ്ങളും എടുത്തോ, എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ആ അവയവങ്ങളെല്ലാം എടുത്തോ, ഇനി അവന് ജീവന്റെ ആവശ്യമില്ല, ഇത്രയും നാളെ സമയം കൊടുത്തിട്ടും ഇവൻ പൈസ തിരിച്ചടച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. നമ്മുടെ ഡോക്ടർ ഡ്രസ്സൊക്കെ മാറ്റി സർജിക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവന്റെ കൈയും കാലും പൊള്ളിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ ഡോക്ടറിന് സംശയവും. തലയിലുള്ള കവർ ഊരി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് കൂട്ടാളിയാണെന്ന്. കൂട്ടാളി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, വാ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വാ അഴിച്ചു കൊടുക്കുകയാണ്. എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പൊ കൂട്ടാളി പേടിച്ചിട്ട്, ഞാൻ പാർക്കല്ല, ഞാൻ പാർക്കായിട്ട് അഭിനയിക്കുന്നതാണ്, നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ നിന്നെ പോലുള്ളമാര് വാ തുറന്നാ കള്ളേ പറയത്തുള്ളെന്നും പറഞ്ഞ് ആ കെട്ട് വീണ്ടും കെട്ടിവെക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ അനസ്തേഷ്യ ഇരിപ്പുണ്ട്. അതായത് മരവിപ്പിക്കത്തില്ലേ, വേദന അറിയാതെ ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്യത്തില്ലേ, എന്നാൽ എവനെ പോലുള്ള നാറികൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അനസ്തേഷ്യ യൂസ് ചെയ്യാതെയാണ് അവന് ഓപ്പറേഷൻ ചെയ്യുന്നത്. ജീവനോടെ വലിച്ചു കീറും. കുറച്ചു നേരെ ബോധം കാണത്തുള്ളൂ. അത്രയും വേദന ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ സാധാരണയായിട്ട് ബോധം അങ്ങ് പോകും. അപ്പൊ കുറച്ച് വേദന അവന് കിട്ടിയിട്ടുണ്ട്. കുറച്ചെല്ലാം നെഞ്ച് വലിച്ചു കീറുവാണ് ചെയ്തത് സർജിക്കൽ നൈഫ് വെച്ച്. എന്താ കാണണമെന്നുണ്ടോ? കാണിക്കത്തില്ല. കാണിച്ച എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. പിറ്റേന്ന് രാവിലെ നമ്മുടെ ലേഡി ഡോക്ടർ ഉറക്കം എണീക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടില് കൂട്ടുകാരൻ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ദിവസം ലേഡി ഡോക്ടർ സ്വപ്നം കണ്ടിട്ടില്ല. പുള്ളിക്കാരിയുടെ വാശിയും വൈരാഗ്യവും മാറ്റി വെച്ചപ്പോൾ അതെല്ലാം മാറി ഇപ്പൊ സ്വപ്നം കാണുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരാളോട് നമ്മൾ പുറത്തു കൊടുത്താൽ നമുക്ക് തന്നെയാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. നമ്മുടെ മനസ്സമാധാനം തിരികെ കിട്ടും. എഴുതി വെച്ചോ ബുക്കിലല്ലോ, മറന്നുപോണ്ട. ലേഡി ഡോക്ടർ കൂട്ടുകാരനെ കണ്ട ഉടനെ അവന്റെ കയ്യിൽ വന്ന് പിടിക്കും. ആരും ഇല്ലാത്ത സമയത്തെല്ലാം കൂട്ടുകാരനല്ലേ കൂടെ നിന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിൽ അവന്റെ കയ്യിൽ വന്ന് പിടിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും, നമുക്കിന്ന് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന്. എന്നാൽ ലേഡി
ഡോക്ടർ ഞാൻ കുറെ നാളായി അമ്മേനെ കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, കൂട്ടുകാരനോട് ടാറ്റയും പറഞ്ഞിട്ട്. ലേഡി ഡോക്ടർ പോയി കഴിഞ്ഞ് കൂട്ടുകാരൻ ഡോക്ടർ പലിശക്കാരൻ കൊടുത്ത ഗിഫ്റ്റ് എന്താന്ന് നോക്കും. അത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു റോളക്സ് വാച്ചാണ്. ഏത് വാച്ചാണ്? ആരുടെ കയ്യിൽ കിടന്ന വാച്ചാണ്? അത് പറയൂ. ഈ നേരം നമ്മളെ ലേഡി ഡോക്ടർ പുറത്തിറങ്ങി വന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ മറ്റേ വെൻഡിങ് മെഷീനിൽ നിന്ന് ഡ്രിങ്ക്സ് എടുക്കാൻ നോക്കുന്ന ഡിറ്റക്റ്റീവിനെയാണ് കാണുന്നത്. അത് അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല. ലേഡി ഡോക്ടർ വന്ന് ആ മെഷീനിൽ 2 കൊട്ട് കൊട്ടുമ്പോൾ അതിൽ നിന്ന് സാധനം പുറത്തു വന്ന് വീഴുന്നുണ്ട്. ഒരു 7-അപ്പോ വെപ്സിയോ എന്താ കണ്ടാണ്. നിങ്ങളെന്താ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ഡിറ്റക്റ്റീവിനോട് ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് പറയും, നിങ്ങളുടെ കേസിന് ഒരു പ്രധാനപ്പെട്ട കാര്യം കിട്ടി, അത് നിങ്ങളെ കാണിക്കാൻ വന്നതാ, എന്റെ കേസ് ഫയൽ ഉണ്ടെന്ന് പറയും. എന്നാൽ ലേഡി ഡോക്ടർ ഇനി എനിക്ക് അതിനെപ്പറ്റി അറിയണ്ട, ഞാൻ അത് കളഞ്ഞു എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ലേഡി ഡോക്ടർ പോയി കഴിഞ്ഞ് ആ ഫയൽ നമ്മളെ കാണിക്കുകയാണ്. അതായത് പോലീസുകാർക്ക് സംശയം തോന്നിയിട്ട് അവരുടെ DNA ചെക്ക് ചെയ്ത് നോക്കി. കാറിൽ വെച്ച് പാർക്കിനെ അടിച്ചില്ലായിരുന്നു തലയ്ക്ക് പലതവണയായിട്ട്, കാറിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു, അതിന്റെ DNA-യും പിന്നെ കൂട്ടാളിയുടെ കൈ പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ ഈ ബോട്ടിലിനകത്ത് പിടിക്കുന്ന കൈ വെച്ച് പിടിക്കുന്ന DNA ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാമ്യമില്ല. അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ആൾമാറാട്ടമാണ് സംഭവം എന്ന്. അത് മാത്രമല്ല രണ്ടുപേരും വ്യത്യസ്തരാണ്, പാർക്ക് മരിച്ചുപോയെന്നുള്ള കാര്യം. പക്ഷേ ലേഡി ഡോക്ടറിന് ഇത് അറിയണ്ട, ഇനി മനസ്സമാധാനം കെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി നടന്നു പോകുന്നതായിട്ട് കാണിച്ച് അടിപൊളിയായിട്ടുള്ള ഈ K-ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇനിയും ത്രില്ലിങ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ സമയം കൊണ്ട് പോൾ ഇട്ട് കാണും. അപ്പൊ നിങ്ങൾ കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ഗുഡ് ബോയ് ആയിരിക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനത്തെ ഉള്ള ഓഡിയൻസ് ആണ് എനിക്ക് കൂടുതലുള്ളത്. ഗുഡ് ബോയ് ആയിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇല്ലെങ്കിൽ 9% എന്തോ ഗുഡ് ബോയ്ക്കാണ് ചാൻസ് കൂടുതലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ അടുത്തത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പോവുകയാണ്. എന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഹൈപ്പ് ചെയ്യൂ. ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു.